Hi, hello everyone. So today we are going to have a very quick revision on chapter number 1, Introduction to Strategic Management using our power chart. നമുക്കറിയാം നമ്മുടെ പവർ ചാർട്ട് എൻറ്റയർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സിലബസ് നമ്മൾ വെറും 24 പേജസിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. യൂസിംഗ് ദിസ് പവർ ചാർട്ട് വി ആർ ഗോയിങ് ടു ഹാവ് എ ക്വിക്ക് റിവിഷൻ ഓഫ് ചാപ്റ്റർ നമ്പർ 1. സോ ചാപ്റ്റർ 1 എത്ര പേജസ് നമുക്ക് ജസ്റ്റ് നോക്കാം. 1 2 3 4 just 4 pages are the entire chapter 1 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. And using this power chart we are going to have a very quick revision. Sir, എന്താണ് സർ ഈ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എടാ, ഈ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻറ്റയർ ചാപ്റ്റർ 1 ഡീറ്റെയിൽ ആയിട്ട് അല്ല, ഒരു ഓവറോൾ വ്യൂ ആണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കീവേഡ്സും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് യു ആർ സപ്പോസ് ടു മെമ്മറൈസ് ദീസ് കീവേഡ്സ്. നിങ്ങൾക്ക് ഈ നമ്മൾ ഓൾറെഡി നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ പഠിച്ച ഈ കീവേഡ്സ് ഒക്കെ റീകോൾ ചെയ്യാനും ഈ കീവേഡ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ആൻസറിനകത്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്ക് എല്ലാ കീവേഡ്സും നമുക്ക് ഒന്നുകൂടി റീകോൾ ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് our chapter number 1, Introduction to Strategic Management. So the very first topic is strategy. എടാ, എന്താണ് സർ സ്ട്രാറ്റജി? എടാ, നിനക്കൊരു ഗോൾ ഉണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നീ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സ്ട്രാറ്റജി. ഇറ്റ്സ് എ പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾസ്. നിനക്കൊരു ഗോൾ ഉണ്ട്, നിനക്കൊരു വിഷൻ ഉണ്ട്, നിനക്കൊരു മിഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ നിന്റെ കേസിൽ നീ നോക്കിക്കോ, നിന്റെ വിഷൻ എന്താ? നിനക്കൊരു CA ഇന്റർപാസ്, നിനക്കൊരു CA കാരനാവണം. നിന്റെ മിഷൻ നിനക്കൊരു CA ഇന്റർപാസ് ആവും. ഈ സെപ്റ്റംബർ ബാച്ച് അല്ലെങ്കിൽ ഈ നവംബർ ബാച്ച് അല്ലെങ്കിൽ ഈ മെയ് ബാച്ച് നിനക്ക് നിന്റെ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യണം. നിനക്ക് എങ്ങനെയെങ്കിലും ഇന്റർ ക്വാളിഫൈ ചെയ്യണം. നിന്റെ ഗോൾ, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നീ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ, ആ പ്ലാനിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജി. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾ. ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾ. നമ്മൾ ഒരുപാട് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഒരുപാട് കമ്പനീസും അവരുടെ സ്ട്രാറ്റജീസും ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ 1-2 കമ്പനീസ് മാത്രം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ബൈജൂസ് എന്ന് പറഞ്ഞ കമ്പനി, അവരുടെ സ്ട്രാറ്റജി എടുത്തത് എന്തായാലും അഗ്രസീവ് മാർക്കറ്റിംഗ് ആയിരുന്നു, അല്ലെ? സേ ഫോർ എക്സാമ്പിൾ അവരുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് കസ്റ്റമേഴ്സിനെ, കുട്ടികളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അവർ അഗ്രസീവ് മാർക്കറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ മലയാളത്തിൽ മോഹൻലാൽ ആയിരുന്നു പരസ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നത്. നോർത്തിൽ നോക്കുവാണെങ്കിൽ ഷാറുഖ് ഖാൻ ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ വേൾഡ് കപ്പിന്റെ ഫുട്ബോൾ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് സ്പോൺസർഷിപ്പ് വരെ ബൈജൂസ് നടത്തിയിട്ടുണ്ടല്ലോ. സോ അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? അഗ്രസീവ് മാർക്കറ്റിംഗ്, അല്ലെ? ഇപ്പൊ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാനുള്ള സുഡിയോ എന്ന് പറയുന്ന ഒരു ഷോപ്പ്, ഈ അവരുടെ സ്ട്രാറ്റജി എന്താണ്? അഗ്രസീവ് മാർക്കറ്റിംഗ് ആണോ? അല്ല. അവർ മാർക്കറ്റിംഗ് ചെയ്യാതെയാണ് കസ്റ്റമറിനെ അട്രാക്ട്. അവർ അഫോർഡബിൾ പ്രൈസിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുത്തിട്ടാണ് അവർ അവരുടെ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്തത്. അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. ഒരുപാട് മിസ്സലീനിയസ് എക്സ്പെൻഡിച്ചർ ഒക്കെ അവർ ഒഴിവാക്കുന്നുണ്ട്. സോ എക്സ്പെൻസ് കുറച്ച് അത്യാവശ്യം ചീപ്പർ പ്രോഡക്റ്റ്, അത്യാവശ്യം ചീപ്പർ പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ മോഡറേറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് കസ്റ്റമറിലേക്ക് എത്തിച്ചിട്ടാണ് അവരുടെ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്തത്. സോ അതാണ് സുഡിയോയുടെ സ്ട്രാറ്റജി. നിങ്ങൾ മാരുതി സുസുക്കി എന്ന് പറയുന്ന കാർ നോക്കുവാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലക്ഷൂറിയസ് കാർ അല്ല അവർ പ്രൊവൈഡ്, ഒരു മിഡ് ക്ലാസ്, ഒരു ആവറേജ് ക്ലാസ് പീപ്പിളിന് വേണ്ട ഒരു അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നല്ല റീസെയിൽ വാല്യൂ ഒക്കെ ഉള്ള ഒരു കാറാണ് അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. സോ ഓരോ കമ്പനീസിനും അവരുടെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യും. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജി. ഇപ്പൊ തന്നെ നമുക്കറിയാം ജിയോ സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിട്ട് മെർജ് ആയിട്ടുണ്ട്, അല്ലെ? സോ ജിയോ സിനിമ അവർക്കൊരു ഗോൾ ഉണ്ട്. എന്താണ്? OTT പ്ലാറ്റ്ഫോമിൽ രാജാവണം. ഈ അംബാനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഏത് ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങിയാലും അംബാനി അവിടുത്തെ രാജാവണം. സോ ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി ജിയോ സിം 2016 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മാർക്കറ്റ് ഷെയർ 0 ആയിരുന്നു. ബിക്കോസ് അവർ ലേറ്റ് കമ്മർ ആണ്. ഓൾറെഡി ആ ബിസിനസ്സിൽ, ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആ ഇൻഡസ്ട്രിയിൽ ജിയോ സിം വന്നിട്ട് അവരെടുത്ത സ്ട്രാറ്റജി എന്തായിരുന്നു? ഫ്രീ ആയിട്ട് സിം കൊടുത്തു, ഹൈ സ്പീഡ് നെറ്റ്വർക്ക് 4G. ആ സമയത്ത് 2G 3G വെച്ച് കളിക്കുന്നത് അവർ 4G 5G ഒക്കെയാണ് അവർ മാർക്കറ്റിലേക്ക് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ പറ്റി. ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള നെറ്റ്വർക്ക് ജിയോ സിമിന്റെ നെറ്റ്വർക്ക് തന്നെയാണ്. സോ നമ്മൾ ഒരുപാട് കമ്പനീസിന്റെ പേര് പറഞ്ഞു. നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട വാക്കുകൾ, ആസ് വി ഓൾ ഡിസ്കസ് ഇൻ അവർ റെഗുലർ ക്ലാസ്, GCA plus DDD plus POCO plus Uber. I hope you remember all these keywords. ഈ കീവേഡ്സ് ഒക്കെ നിങ്ങൾ ഓർത്തു വെക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ GCA plus DDD plus POCO plus Uber. എന്താണ് സർ DDD? DDD എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. ഈ പറഞ്ഞ കീവേഡ്സ് നിങ്ങളുടെ ആൻസറിനകത്ത് ഉണ്ടാവും. സ്ട്രാറ്റജി ഈസ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ് ഓഫ് ഓർഗനൈസേഷൻസ്, ഡിസൈഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. സർ എന്താണ് സർ ഡിസൈഡ് ഇമേജ് എന്ന് വെച്ചാൽ? ഡിസൈഡ് ഇമേജ് എന്നാൽ വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി. എനിക്ക് എന്തായി തീരണം? ഓക്കെ, ഇന്ന് എന്റെ കമ്പനി ഇവിടെയാണുള്ളത്, നാളെ എനിക്ക് അവിടെ എത്തണം. അതിനുവേണ്ടി ഞാൻ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സ്ട്രാറ്റജി. എനിക്ക് നാളെ സൂപ്പർ ആകണം, ഡിസൈഡ് ഇമേജ്. എന്റെ കമ്പനി നാളെ അടിപൊളിയാണ്, എന്റെ കമ്പനി പ്രോഫിറ്റ് കൂട്ടണം. ഡയറക്ഷൻ, what it wants to do. Destination, where it wants to go. So the very first keyword എന്താണ്? DDD. DDD എന്നാൽ എന്തൊക്കെയാണ് മക്കളെ? ഡിസൈഡ് ഇമേജ്,
direction, destination. Once again, please repeat. Desired image, direction, destination. Next comes POCO. DDD കഴിഞ്ഞു, അടുത്ത എന്താണ് POCO. It's a game plan to achieve POCO. എന്താണ്? It's a game plan to achieve POCO. എന്താണ് സർ POCO? POCO എന്ന് വെച്ചാൽ മാർക്കറ്റ് പൊസിഷൻ. POCO. P for market position. Positionന്റെ P ആണ് POCOയുടെ P. Market position. O, objectives of organization. To achieve the objectives of the organization. C, customer satisfaction. Customer satisfaction. And O, conduct operations. Conduct operations successfully. Conduct its operation. So, എന്താണ് strategy? Strategy is the game plan to take market position. Market ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ, ജിയോ മാർക്കറ്റ് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ എന്തായിരുന്നു? ഫ്രീ ആയിട്ട് കൊടുക്കുക, സിം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക, ടു ടേക്ക് എ മാർക്കറ്റ് പൊസിഷൻ, ടു അച്ചീവ് ദിയർ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവിടെ ഓപ്പറേഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടത്തുക. എന്റെ കമ്പനി, എന്റെ ഇൻഡസ്ട്രിയിലെ ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടും ഞാൻ എന്റെ കമ്പനിയിൽ strategies implement ചെയ്യും. So എന്താണ് സെക്കൻഡ് പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് വാസ് DDD. എന്താണ് DDD? Desired image, direction, destination. Then POCO, P for market position, O for operations, C for customer satisfaction, O for objectives. എന്താണ് സർ ഊബർ? ഊബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊബർ നമ്മളെല്ലാവരും ഊബർ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? സോ ഊബറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ കൊടുക്കുക? നമ്മുടെ ഇപ്പോഴത്തെ ലൈവ് ലൊക്കേഷൻ കൊടുക്കും, എന്നിട്ട് നമുക്ക് എങ്ങോട്ടാണ് എത്തേണ്ടത് അതും കൊടുക്കും അല്ലെ? സോ സ്ട്രാറ്റജി ഇസ് നത്തിങ് ബട്ട് സ്ട്രാറ്റജി ഈ ഒരു പോയിന്റ് കൂടെ അവിടെ എഴുതി വെക്കാം. സ്ട്രാറ്റജി ഹെൽപ്സ് ടു build the gap between where you are and where you want to be. Where you are and where you want to be. ഞാൻ ഇന്ന് എവിടെയാണുള്ളത്, എനിക്ക് നാളെ എവിടെ എത്തിച്ചേരണം, ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അത് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. സ്ട്രാറ്റജി സാർ മനസ്സിലായില്ല സാർ? എടാ ടുഡേ വേർ യു ആർ, ഇന്ന് ഞാൻ എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്, നാളെ എനിക്ക് എവിടെ എത്തണം, അവിടെ എത്തണം, അതിനുവേണ്ടി ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? എന്റെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ, ഇന്ന് എന്റെ റാങ്ക് 100th ആണ്, എനിക്ക് റാങ്ക് ഫസ്റ്റ് റാങ്കിൽ എത്തണം, അതിനുവേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണത് സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജി ഹെൽപ്സ് ടു ബിൽഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ യു ആർ ആൻഡ് വേർ യു വാണ്ട് ടു ബി. Where you are right now, I am in 100th position. Where I want to be, where you want to be, I want to be in the first rank. അതിനു വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സ്ട്രാറ്റജി. Are you guys able to understand? So ഫസ്റ്റ് 3 പോയിന്റ് എന്തൊക്കെയാണ്? DDD, POCO, Uber. എന്തൊക്കെയാണ് DDD, POCO, Uber? DDD, desired image, direction, destination. POCO, position, operations, customer satisfaction, objectives. Uber, where you are, where you want to be. ഊബറിൽ കയറിയാൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്, നമ്മൾ ആദ്യം where you are, നമ്മൾ ഇപ്പോഴത്തെ ലൈവ് ലൊക്കേഷൻ കൊടുക്കും, അതുകൊണ്ട് ഡ്രൈവറിന് ഇവിടെ വരാൻ പറ്റും, നമ്മുടെ വണ്ടി കയറിയിട്ട് നമ്മുടെ എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കും അല്ലെ? where you are, where you want to be. So just like an Uber, strategy helps you bridge the gap between where you are and where you want to be. അടുത്തത് GCA. എന്താണ് സർ GCA means achieving goals. C for command over situation and securing advantageous position. G for achieving goals, C for command over situation, A for advantageous position. So strategy is nothing but the unified design and action for achieving your goals. In order to achieve your goals, you need strategy. In order to gain command over the situation, in order to have an advantageous position, you need strategy. So in short, strategy is nothing but GCA plus DDD plus POCO, POCO plus Uber. So last one more time, GCA plus DDD plus POCO plus Uber. DDD, desired image, direction, destination. POCO, position, operations, customer satisfaction, objectives. Uber, where you are, where you want to be. And GCA, achieving goals. C for command over situation, and A, advantageous position. Okay, fine. Next one.
Next, it is not a substitute for sound, alert, responsible management. So now we are going to discuss some characteristics of the strategy. See, strategy is never ever a substitute for sound, alert, and responsible management. നല്ലൊരു സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് ഇനി എനിക്ക് എന്റെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് വേണ്ട എന്ന് പറയാൻ പറ്റും ഇല്ല, because this management has to implement the strategy. This management is responsible to formulate the strategy. This management is responsible to formulate, implement, evaluate the strategy. So strategy is never ever a substitute for sound, alert, and responsible management. Then we said this is one important question. ഇത് ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്തുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. സോ ഇറ്റ് ഇസ് പാർട്ട്ലി എ പ്രോആക്റ്റീവ് ആൻഡ് പാർട്ട്ലി എ റിയാക്റ്റീവ് സ്ട്രാറ്റജി. എന്താ പറയുന്നത് അവിടെ? സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്ന വ്യക്തി പാർട്ട്ലി പ്രോ ആക്റ്റീവ് ആണ്, ഇടയ്ക്ക് റീആക്റ്റീവുമാണ്. എന്താണ് സർ ഉദ്ദേശിച്ചത്? പ്രോ ആക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ് ആണ്. ഇറ്റ്സ് എ പ്ലാൻഡ് സ്ട്രാറ്റജി. സി, നമ്മൾ ചില കാര്യം നമ്മൾ മുൻകൂട്ടി റെഡി ആയിരിക്കണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അതാണ് സ്ട്രാറ്റജി ഈസ് പാർട്ട്ലി പ്രോ ആക്റ്റീവ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പം ഇന്റർ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഇപ്പൊ റിവിഷൻ വീഡിയോസ് കാണാണ്, നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇനിയിപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനോട് നിങ്ങൾ റിയാക്റ്റീവ് ചെയ്യണം. റിയാക്റ്റീവ് സ്ട്രാറ്റജി, അഡാപ്റ്റീവ് സ്ട്രാറ്റജി. അഡാപ്റ്റീവ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻഡ് സ്ട്രാറ്റജിയാണ്, പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജിയാണ്. മറ്റേത് റിയാക്റ്റീവ് അഡാപ്റ്റീവ് സ്ട്രാറ്റജിയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സേ ഫോർ എക്സാമ്പിൾ ജിയോ സിനിമ ഹോട്ട്സ്റ്റാർ. ജിയോ സിനിമ ഹോട്ട്സ്റ്റാർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ജിയോ സിനിമ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോഴാണല്ലോ ഇവർ രണ്ടുപേരും മർജ് ചെയ്തത്. ഇതിന് തൊട്ട് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്, ജിയോ സിനിമ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് അവര് ഫിഫ വേൾഡ് കപ്പ് ഫ്രീ ആയിട്ട് കൊടുത്തു, അതിനുശേഷം ഇഫ് ഐ എം നോട്ട് റോങ് IPL ഫ്രീ ആയിട്ട് കൊടുത്തു, ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. തൊട്ട് മുന്നേ വരെ നമ്മൾ IPL ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. ഹോട്ട്സ്റ്റാർ നമ്മൾ പെയ്ഡ് ആയിരുന്നു കണ്ടത്, ഫ്രീ ആയിട്ട് ആയിരുന്നില്ല കണ്ടത് അല്ലെ. പക്ഷെ ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് കാണാൻ പറ്റും? വേൾഡ് കപ്പ് ഒക്കെ, നമ്മൾ ഇത്തവണത്തെ T20 വേൾഡ് കപ്പ് ഒക്കെ എങ്ങനെയാണ് കണ്ടത്? ഹോട്ട്സ്റ്റാറിൽ ഫ്രീ ആയിട്ടാണ് കണ്ടത് അല്ലെ. സോ ജിയോ സിനിമ പ്രോ ആക്റ്റീവ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ അതിനോട് എങ്ങനെയാണ് ഹോട്ട്സ്റ്റാർ റിയാക്ട് ചെയ്തത്? അവരും ഫ്രീ ആയിട്ട് കൊടുത്തു. ജിയോ സിം കോളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ എയർടെലും വോഡാഫോൺ ഐഡിയയും അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്ത്? അവരും ഫ്രീ ആയിട്ട് കൊടുത്തത്. ഓക്കെ ആണോ? സോ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഫുള്ളി പ്രീ ഡിറ്റർമൈൻഡ് ആക്ഷൻസ് ചെയ്താണ് പ്രോ ആക്റ്റീവ് ആണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, പ്രീ ഡിറ്റർമൈൻഡ് ആക്ഷൻസ്. ഓക്കെ ആണോടാ? സോ തിങ്ക് നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ എടുത്താൽ അത് പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി. അൺആന്റിസിപ്പേറ്റഡ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവം നടന്നു മാർക്കറ്റ്, അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻ ആണ് എന്ത്? റിയാക്റ്റീവ് സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ രണ്ടും വേണം, പ്രോ ആക്റ്റീവും വേണം, റിയാക്റ്റീവ് വേണം. നാളെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് പ്രോ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്ന പല പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെ. ശരി, ഫോർ എക്സാമ്പിൾ 2019 കോവിഡ് വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല. സോ കോവിഡ് എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാ ബിസിനസ് അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട് അവരവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു, അതിനോട് അവർ റിയാക്ട് ചെയ്തു അല്ലെ. സോ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവം നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ എൻവയോൺമെന്റ് നടന്നാൽ അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻ ആണെന്ത്? റിയാക്റ്റീവ് സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജിയിൽ നമുക്ക് രണ്ടും വേണം, പ്രൊആക്റ്റീവും വേണം, നമുക്ക് റിയാക്റ്റീവും വേണം. രണ്ടും നമുക്ക് ആവശ്യമാണ്. സോ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത്? ഏതാണ്? പ്രൊആക്റ്റീവ് ആണ് നല്ലത്. എപ്പോഴും നമ്മൾ കുറച്ചും കൂടി പ്രൊആക്റ്റീവായി നിൽക്കാനാണ് നല്ലത്. പക്ഷെ പ്രൊആക്റ്റീവ് മാത്രം കൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വി നീഡ് റിയാക്റ്റീവ് സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. നോട്ട് എവറി സ്ട്രാറ്റജി മൂവ്സ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൊആക്റ്റീവ് പ്ലാനിങ്. എല്ലാം നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ റിയാക്റ്റീവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ആണോ? സോ നോക്കേണ്ട പ്രോ ആക്റ്റീവായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോ ആക്റ്റീവായിട്ട് വി ഹാവ് ടു ഇംപ്രൂവ് ദ കമ്പനീസ് മാർക്കറ്റ് പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. എപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് to unanticipated developments and fresh market condition. Unanticipated development, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല പല ഡെവലപ്മെന്റ്സ് വരും, ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനോടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് സ്ട്രാറ്റജിയിൽ പറയാനുള്ളത്. ഓക്കെ, സോ സ്ട്രാറ്റജിനകത്ത് ഇത്രയും ടോപ്പിക്സ് പറഞ്ഞു. അടുത്ത മാനേജ്മെന്റ്, ഇറ്റ്സ് എ ബ്ലണ്ടർ ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് എക്സാമിന് പരീക്ഷയിൽ ചോദ്യം ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. യു ക്യാൻ സിംപ്ലി റീഡ് വൺസ് ഓർ ട്വൈസ്, ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ ഞാൻ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. മാനേജ്മെന്റ് വെച്ചാൽ എന്താണ്? ദ കീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ ഓർഗനൈസേഷൻ പർപ്പസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ്. ഒബ്വിയസ്ലി the management of the organization is responsible to make the organization purposeful and productive. We all know that. They are the person who facilitates the changes and adopt the new environment. ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? മാനേജ്മെന്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ എന്റെ ഓർഗനൈസേഷൻ ഇത്രയും കാലം മാനുവലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് വിചാരിക്കുക. ഇനിയിപ്പോ എനിക്ക് മാനുവൽ ഇല്ല, എനിക്ക് എന്റെ കമ്പനി ഫുൾ ഓട്ടോമേറ്റഡ് ആക്കണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കൊണ്ടുവന്ന് ഫുൾ ഓട്ടോമേറ്റഡ് ആക്കണം. ഇതിൽ ആരാണ് മുൻകൈ എടുക്കുന്നത്? ഒബ്വിയസ്ലി മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് ഇസ് റെസ്പോൺസിബിൾ ടു ഫെസിലിറ്റേറ്റ് ദ ചേഞ്ചസ് and adoption of new environment. Are you guys able to understand? Okay, Anna? Yes, sir.
Fine, sir. Next topic is strategic management. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എസ്എമ്മിന്റെ ചാർട്ട് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ എസ്എമ്മിന്റെ ചാർട്ട് ഐ ഹോപ്പ് യു റിമെമ്പർ. സ്റ്റാർട്ട് വിത്ത് വിഷൻ. വിഷൻ കഴിഞ്ഞാൽ ഏതാ വരിക? മിഷൻ അല്ലെ? മിഷൻ. അയ്യോ, മിഷന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഓക്കെ, മിഷൻ കഴിഞ്ഞാൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഈ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണം? നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം അല്ലെ? ആ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചാൽ മതിയോ? പോരാ. ആ ഫോർമുലേറ്റ് ചെയ്ത സ്ട്രാറ്റജി നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണം. എപ്പോഴും നമുക്ക് ഏറ്റവും നല്ല സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ചില സമയം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ സ്ട്രാറ്റജി. വൺസ് വി ഇവാലുവേറ്റ് ദ സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജി എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് നെസസറി ചേഞ്ചസ് കൊണ്ടുവരണം അല്ലെ? അതിനാണ് നമ്മൾ വിളിക്കുക സ്ട്രാറ്റജിക് കൺട്രോൾ. ഓക്കെ, അതായത് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് നെസസറി ചേഞ്ചസ്. മേക്കിംഗ് നെസസറി ചേഞ്ചസ്. സോ ശ്രദ്ധിക്കണം, വിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും നമുക്കൊരു എൻഡ് ഡെസ്റ്റിനേഷൻ അല്ലെ? എൻഡ് ഡെസ്റ്റിനേഷൻ. വിഷൻ എന്ന് പറയുന്നത് എൻഡ് ഡെസ്റ്റിനേഷൻ. നമുക്ക് എവിടെ എത്തിച്ചേരണം, അല്ലെങ്കിൽ ഒരു 10 വർഷം ശേഷം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയായി കാണണം. സോ വാട്ട് ഈസ് യുവർ വിഷൻ? നിങ്ങളുടെ എൻഡ് ഡെസ്റ്റിനേഷൻ എന്താണ്? നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണ്? ഓക്കെ, ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വലിയൊരു പൈസക്കാരനാകണം, അതാണ് എന്റെ എൻഡ് ഡെസ്റ്റിനേഷൻ. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണം, അല്ലെങ്കിൽ എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം, അതാണ് എന്റെ വിഷൻ എന്ന് ഞാൻ പറയണം. അപ്പൊ അതാണ് വിഷൻ. ഈസ് ഓൾവേസ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമ്മൾ ഇത് പിന്നീട് ഡിസ്കസ് ചെയ്യും. എന്നാലും ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് ഇവിടെ പറയാം. വിഷൻ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എനിക്ക് നാളെ എന്തായി തീരണം, അതാണ് വിഷൻ. അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? മിഷൻ എപ്പോഴും പ്രസന്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, എന്റെ വിഷൻ എനിക്ക് നാളെ വലിയൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം. അതിന് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ CA ഇന്റർ പാസ് ആവണം. ഇന്ന് ഞാൻ CA ഇന്റർ നന്നായിട്ട് പഠിക്കണം. സോ മിഷൻ ഈസ് ഓൾവേസ് റിലേറ്റിംഗ് ടു എ പ്രസന്റ്. വിഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ മിഷൻ പ്രസന്റുമായി ബന്ധപ്പെടാം. ഐ റിപ്പീറ്റ് അഗെയിൻ, വിഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ മിഷൻ പ്രസന്റുമായി ബന്ധപ്പെടുത്താം. ഓക്കെ അവിടെ? ഓക്കെ, അപ്പൊ ഈ മിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മിഷൻ നമ്മുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും. എന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ച പോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് ശരിയായ രീതിയിലാണ് നമുക്ക് അറിയണം അല്ലെ? അതിന് വി നീഡ് ടു ഇവാലുവേറ്റ് ദ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത, നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത സ്ട്രാറ്റജി അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് വി നീഡ് ടു മേക്ക് നെസസറി ചേഞ്ചസ്. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കും, നിങ്ങളുടെ വിഷൻ എന്താണ്? സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വിഷൻ നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം. അതിന് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് CA ഇന്റർ പാസ് ആവണം. ആ CA ഇന്റർ എപ്പോഴാണ് പാസ് ആവുന്നത്? എപ്പോഴെങ്കിലും പാസ് ആയാൽ മതി, പോരാ. നമ്മൾ അതിനൊരു ടൈം അറ്റാച്ച് ചെയ്ത് കൊടുക്കും അല്ലെ? CA ഇന്റർ, സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരു സെപ്റ്റംബർ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഒരു May അറ്റംപ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഇനി ഏത് അറ്റംപ്റ്റ് ഉള്ളത്? ജനുവരി അറ്റംപ്റ്റ്. ഈ അറ്റംപ്റ്റ് എനിക്ക് പാസ് ആവണം എന്ന് ഞാനൊരു ടൈം അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ എന്റെ ഗോൾ, എന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ലെ? ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫോർമുലേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര തവണ പരീക്ഷയ്ക്ക് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്? നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടാക്കുന്നു, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു, പ്ലാൻ ഫോളോ ചെയ്യുന്നു, വീണ്ടും പ്ലാൻ ഉണ്ടാക്കുന്നു. ശരിയല്ലേ? നമ്മൾ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്ലാൻ മാറ്റിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഒരു 50 ഡേയ്സ് പ്ലാൻ ഉണ്ടാക്കുന്നു. സക്സസ്ഫുള്ളി ആദ്യത്തെ 10 ദിവസം നമ്മൾ വേസ്റ്റ് ആക്കിയ ശേഷം നമ്മൾ വീണ്ടും നമ്മൾ പ്ലാൻ റീവാമ്പ് ചെയ്തിട്ട് 40 ഡേയ്സ് പ്ലാൻ. നമ്മൾ ഗൂഗിളൊക്കെ ചെയ്യും, ഹൗ ടു ക്ലിയർ CA ഇന്റർ വിതിൻ 40 ഡേയ്സ്, ഹൗ ടു ക്ലിയർ CA ഇന്റർ വിതിൻ 30 ഡേയ്സ്. ഒരുപാട് ഫാക്കൽറ്റീസ് കുട്ടികളുടെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് ഒരു ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിനകത്ത് അല്ലെ? ഹൗ ടു ക്ലിയർ CA ഇന്റർ വിതിൻ 2 ഡേയ്സ് വരെ ഉണ്ട്. ഓക്കെ ആണോ? സോ നമ്മളൊക്കെ വീഡിയോസ് ഒക്കെ നമ്മുടെ സ്ട്രാറ്റജീസ് ഇങ്ങനെ ഇവാലുവേറ്റ്, നമ്മൾ സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്യും. സോ ഈ ഒരു എൻറ്റയർ ചാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളിപ്പോ എഴുതിയ ചാർട്ടിന് ഇറ്റ്സ് എ മാനേജീരിയൽ പ്രോസസ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജീസ് ഒക്കെ എന്ത് ചെയ്യുക? ഫോർമുലേറ്റ് ചെയ്യുക. ടോപ്പ് ലെവൽ അല്ല, മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുക. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റെപ്സ് പറയാം? ഫസ്റ്റ് ബിഗിൻ വിത്ത് ഡെവലപ്പിംഗ് ദ മിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. മിഷൻ ഡെവലപ്പ് ചെയ്തു. Then we set the objectives, then we formulate the strategy, we implement the strategy, we evaluate the strategy. Then we evaluate, if we identify some mistakes in our strategy, we will take necessary corrective adjustments. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞത് അല്ലെ? ഓക്കെ ആണോ? യെസ്. സോ എന്താണ് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ മാനേജീരിയൽ പ്രോസസ്. ഇറ്റ് ഈസ് എ മാനേജീരിയൽ പ്രോസസ് അല്ലെ? ഇറ്റ്സ് എ മാനേജീരിയൽ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഡെവലപ്പിംഗ് വിഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്നാണ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്.
Third step എന്താണ്? Formulate the strategy, crafting a strategy. Once you formulate the strategy, you need to implement the strategy. Once you implement, you need to evaluate the strategy. Once you evaluate, you will be able to understand the mistakes you made in the strategy. You will take the necessary corrective adjustments. Okay, Ada? Yes. So what are the first important question? What is the definition of strategic management? Then we move on to the objectives of strategic management. Objectives in the പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് CACS. എന്താണ്? CACS. Repeat with me. CACS. Sir, what do you mean by CACS? Very simple. To create competitive advantage and to guide the company successfully through all the changes. Companies compete successfully. Competitive advantage, compete successfully. എന്തൊക്കെയാണ്? Competitive advantage, compete successfully. To gain, to create competitive advantage. എന്റെ ബിസിനസ്സിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ it will help me to create a competitive advantage over your competitor. എന്റെ കോമ്പറ്റീറ്റർക്കാളും ഒരുപടി മുന്നിൽ നിൽക്കാൻ എന്നെ സഹായിക്കും. It will help me to create competitive advantage. Second one, to compete successfully. See, environment എന്ത് ചേഞ്ചസ് വന്നാലും എന്റെ ബിസിനസ്സിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ this strategy will help me to guide successfully through all the changes in the environment. നാളെ കോവിഡ് വന്നോട്ടെ, നാളെ പുതിയൊരു പ്ലെയർ മാർക്കറ്റിലേക്ക് വന്നോട്ടെ, എന്ത് തേങ്ങ വേണ്ടേലും നടന്നോട്ടെ, എന്റെ കമ്പനിയിൽ നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ this strategy will guide the company successfully through all the changes in the environment. ജിയോ എന്ന സിം മാർക്കറ്റിൽ വന്ന സമയത്ത് എയർടെലിന് പിടിച്ചു നിൽക്കാൻ പറ്റി. ഒരുപാട് സിമ്മുകൾ നിർത്തിപ്പോകേണ്ടി വന്നു. ഒരുപാട് കമ്പനീസ് നിർത്തിപ്പോകേണ്ടി വന്നു. എയർടെൽ പിടിച്ചു നിന്നു because Airtel was having a very good strategy. So to guide the company through any changes in the environment, എന്ത് ചേഞ്ചസ് വന്നോട്ടെ, ഇൻഡസ്ട്രി പൊട്ടിപ്പോട്ടെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ പ്ലേയേഴ്സ് വന്നോട്ടെ, എന്ത് വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വേണം. Now let's discuss. So last one more time, objective എന്ന് പറയുമ്പോൾ എന്താ ഓർത്തു വെക്കേണ്ടത്? CACS. So next strategic management. Strategic management നമ്മൾ എന്താ നോക്കാൻ വേണ്ടി പോകുന്നത്? ഇമ്പോർട്ടൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. Let's start with limitation എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട്. സാർ എന്താണ് ഉദ്ദേശിച്ചത്? ലിമിറ്റേഷൻ പറയുന്ന സമയത്ത് ഞാൻ ആസ് യൂഷ്വൽ ക്ലാസ്സിൽ പറയാറുണ്ട്, സെയിം കോമഡിയാണ്, വീണ്ടും ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ലിമിറ്റേഷൻ പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും എന്റെ ഗേൾഫ്രണ്ട് ഓർമ്മ വരും. ആ ഗേൾഫ്രണ്ട് ആണ് ഇപ്പൊ എന്റെ വൈഫായിട്ടുള്ളത്. സോ വൈ സർ? ബിക്കോസ് ഇറ്റ് വാസ് ഓൾവേസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. It's very costly process. It's highly complex and turbulent and very difficult to predict my girlfriend. Very difficult to predict. It's time consuming. It's time consuming. Just think about your girlfriend. Time consuming, costly. വാങ്ങി കൊടുത്ത ചോക്ലേറ്റ്, വാങ്ങി കൊടുത്ത ഒന്നും പറയുന്നില്ല ഞാൻ. Time consuming, costly, difficult to predict and highly complex and turbulent. Same thing. So limitations എന്ന് പറയുന്ന സമയത്ത് ഓർത്ത് വെക്കണം ഗേൾഫ്രണ്ടിനെ കുറിച്ചിട്ട്. ഗേൾഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഓർത്ത് വെക്കുക? Time consuming, costly, complex, turbulent, difficult to predict. Very, very difficult to predict these kind of words. Oh my gosh. Next, importance. Strategic management importance of നോക്കാം. Importance. First importance, ശ്രദ്ധിക്കണം. Gives direction, define goals and objectives, realistic objective. See, നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ it gives direction. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഒരു പ്ലാനും ഇല്ലാതെ പഠിക്കാതിരുന്ന എന്താ സംഭവിക്കുക? ഇപ്പൊ നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇനി എക്സാമിന് 30 days ഉള്ളതാണെന്ന് വിചാരിക്കുക. 30 days. അപ്പൊ 30 days നിങ്ങൾ ചുമ്മാ ഇരുന്ന് പഠിക്കാൻ പറ്റും? ഇല്ല, നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവണം. സോ സ്ട്രാറ്റജി ഗിവ്സ് ഡയറക്ഷൻ. It helps you to formulate a realistic objective. It helps you to define your goals and mission. Second one, it helps you to be more proactive than reactive. റിയാക്റ്റീവ്. സി, ഏതാ നല്ലത്? പ്രൊവാക്റ്റീവ് ആയി നിൽക്കുന്നതാണോ നല്ലത്? റിയാക്റ്റീവ് ആയിട്ട് എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി, മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത്, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നതാണോ നല്ലത്? അത് എഴുന്നെടുത്ത് വെച്ച് കാണാൻ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നതിനാണ് നല്ലത്. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്സ് യു ടു ബി മോർ പ്രൊആക്റ്റീവ്. Then framework for decision. നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സഹായിക്കും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നാളെ ഒരു മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് ഇറക്കണം. അപ്പൊ അത് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറക്കണം, അതിന് നമുക്ക് സ്ട്രാറ്റജി വേണം. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ നാളെ ഒരു SM-ന്റെ ഒരു ഗൂഗിൾ ഡ്രൈവ് ക്ലാസ് അല്ലെങ്കിൽ SM-ന്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഇറക്കാൻ വേണ്ടി പോവാണ്. ഒരു പുതിയൊരു ഓൺലൈൻ ക്ലാസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിരിക്കണം. മാർക്കറ്റിൽ മറ്റു പ്ലേയേഴ്സ് എത്ര പ്രൈസിനാണ് വിൽക്കുന്നത്, അവരെങ്ങനെയാണ് പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്, സോ കസ്റ്റമറിന് എന്താണ് വേണ്ടത്. സോ ഓൾ ദീസ് തിങ്സ് വിൽ ബി, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആര് സഹായിക്കും? SM സഹായിക്കും.
സോ SM provides a framework for taking decision. എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കണം, all this kind of thing. It helps us to face the future and helps to identify the business opportunities. It acts as a corporate defense mechanism. CDM, cash deposit machine അല്ല, CDM stands for corporate defense mechanism. അതായത് see, it's not like നമ്മുടെ ബിസിനസ്സിൽ നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മുടെ ബിസിനസ് ആജീവനാന്തം മുന്നോട്ട് പോകും എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിൽ നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിച്ചാലും അതിന്റെ ഇമ്പാക്ട് ഓൺ ദ ബിസിനസ് കുറവായിരിക്കും. Okay, so it acts as a corporate defense mechanism. It acts like a bulletproof. See, bulletproof ഉണ്ട്, എനിക്കൊരു വെടി വെച്ചു, അതെനിക്ക് കൊള്ളത്തില്ല എന്നാണ്, അല്ല കൊള്ളുമായിരിക്കും, പക്ഷെ ബുള്ളറ്റ് പ്രൂഫ് ഇല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ഇമ്പാക്ടിനേക്കാളും കുറവായിരിക്കും ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടാവുന്ന ഇമ്പാക്ട്. സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം, ഒരു പടച്ചട്ട പോലെ നിൽക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് ലോഞ്ചിവിറ്റി. സോ ജസ്റ്റ് സേ ഫോർ എക്സാമ്പിൾ, എന്റെ ബിസിനസ്സിൽ SM ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വേറൊരാളുടെ ബിസിനസ് ഉണ്ട്, അയാളുടെ ബിസിനസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ആളുടെ ബിസിനസ് ആയിരിക്കും ലോങ് ടേമിൽ നിലനിൽക്കുന്നുണ്ടാവുക. ഒബ്വിയസ്ലി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉള്ള ബിസിനസ് ആയിരിക്കും അല്ലെ. സോ ഇറ്റ് ഇംപ്രൂവ്സ്, ഇറ്റ് എൻഹാൻസ് ദ ലോഞ്ചിവിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ലൈഫ് വർദ്ധിക്കാൻ സഹായിക്കും. Then obviously core competency and competitive advantage. നമുക്കറിയാം core competency, competitive advantage detail ആയിട്ട് നമ്മുടെ ചാപ്റ്റർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So we will be discussing that. So this is all about our page number 1. Here we discussed what is management, what is strategy, what is strategic management definition, objectives, importance, limitations. Okay anoda? Fine anoda? Yes sir. Next we are going to discuss about 3 levels in an organization. Organization 3 level. ഒന്ന് corporate level, ഒന്ന് business level, ഒന്ന് functional level. ഒന്ന് corporate level, ഒന്ന് business level, ഒന്ന് functional level. നമുക്കറിയാം അല്ലേ. So say for example നമ്മളിപ്പോ ഇങ്ങനെ ഒരു ലെവൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി എടുക്കാം. റിലയൻസ് ഒരു കമ്പനി ടോപ്പ് ലെവൽ ആരൊക്കെയാണത്? മുകേഷ് അംബാനി ഉണ്ട്, അംബാനിയുടെ കുറെ CEOs ഉണ്ട്, ചിലപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. അവർക്ക് തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഒരു 3 ബിസിനസ് എടുക്കാം. 3 ബിസിനസ്. ഫോർ എക്സാമ്പിൾ റിലയൻസിന്റെ പെട്രോൾ ബിസിനസ് ഉണ്ട്, റിലയൻസിന്റെ ജിയോ ബിസിനസ് ഉണ്ട്, റിലയൻസിന്റെ ട്രെൻഡ്സിന്റെ ബിസിനസ് ഉണ്ട്. ഓക്കെ ആണോ? സോ പെട്രോൾ ഒരു മാനേജർ ഉണ്ടാവും. തൽക്കാലം നമുക്ക് ശശി എന്ന ഒരാൾ എടുക്കാം. ഇവിടെ സുഗുണൻ, ഇവിടെ ശശാങ്കം വേണ്ട, നമുക്കിവിടെ നമ്മുടെ മറ്റേ ചങ്ങയുണ്ടല്ലോ, എടാ മോനെ. ഓക്കെ, നമുക്ക് അംബാനി. ഓക്കെ, അംബാനി നമ്മൾ. ഓക്കെ, അംബാനിയുടെ ട്രെൻഡ്സ് നോക്കുന്നത് അംബാനിയാണ്. ഓക്കെ ആണോടാ? സോ പെട്രോൾ അണ്ടറിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ, അക്കൗണ്ട് മാനേജർ. സെയിൽസ് മാനേജർ ഒരു വ്യക്തി ഉണ്ടാവും, പർച്ചേസ് മാനേജർ ഒരു വ്യക്തി ഉണ്ടാവും, അക്കൗണ്ട്സ് മാനേജറും ഒരു വ്യക്തി ഉണ്ടാവും. ഓക്കെ ആണോടാ? സോ ദിസ് ഈസ് മൈ കോർപ്പറേറ്റ് ലെവൽ ടീം. These are my business level managers. ആരാണ് നമ്മുടെ ബിസിനസ് ലെവൽ മാനേജർ? ശശി സുഗുണൻ ആൻഡ് അംബാൻ. ഇവരാണ് നമ്മുടെ ബിസിനസ് ലെവൽ മാനേജേഴ്സ്. ആൻഡ് ദീസ് ആർ അവർ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ്. സോ മൊത്തം 3 ലെവലാണ് ഇവിടെ ഉള്ളത്: കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫങ്ഷണൽ ലെവൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് എ റിവിഷൻ ക്ലാസ്. ഓക്കെ, സോ ടോപ്പ് ലെവൽ പീപ്പിൾ, നമ്മുടെ കോർപ്പറേറ്റ്, നമ്മുടെ അംബാനി, CEO, ബോർഡ് ഓഫ് ഡയറക്ടർ, കോർപ്പറേറ്റ് സ്റ്റാഫ്, ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? ദേ ആർ ദ പേഴ്സൺ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ഡിഫൈൻ ദ വിഷൻ ഗോൾ ഓഫ് ദ എൻ്റർ ഓർഗനൈസേഷൻ. വിഷൻ എന്തായിരിക്കണം? ഇതൊക്കെ ആരാ പറയുന്നത്? ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ. പിന്നെ അവരെന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം? അംബാനി തീരുമാനിക്കും. ഓക്കെ, നാളെ നമ്മൾ ജിയോ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ജിയോ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ആരാ തീരുമാനിക്കും? പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബിസിനസ് നിർത്തണം എന്നൊക്കെ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? ഒബ്വിയസ്ലി കോർപ്പറേറ്റ് ലെവൽ ആളുകൾ അല്ലെ. സേ ഫോർ എക്സാമ്പിൾ അംബാനാണ് ട്രെൻഡ്സ്, അംബാന് തീരുമാനം എടുക്കാൻ പറ്റും. നാളെ മുതൽ ട്രെൻഡ്സ് വേണ്ട, ട്രെൻഡ്സ് നിർത്തുന്നു, തീരുമാനിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഏറ്റവും കോർപ്പറേറ്റ് ഉള്ള അംബാനി, CEO, അവരാണ് തീരുമാനിക്കുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് നിർത്തണമോ എന്നുള്ളത് അല്ലെ. സോ ദേ ആർ ദ പേഴ്സൺ ഹു ഡിസൈഡ് വാട്ട് ബിസിനസ് ഇറ്റ് ഷുഡ് ബി ഇൻ, അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് ഫോർ വേരിയസ് ബിസിനസ്. എന്റെ പല ബിസിനസിനും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതുമാരാണ് ഈ ടോപ്പ് ലെവൽ പീപ്പിൾ ആണ്. പിന്നെ പ്രൊവൈഡിംഗ് ലീഡർഷിപ്പ്, എൻറ്റയർ ബിസിനസ്. ഇപ്പൊ അംബാനിക്ക് എത്ര ബിസിനസ് ഉണ്ട്? 10-300 ബിസിനസ് ഉണ്ട്. ഈ 10-300 ബിസിനസിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഒബ്വിയസ്ലി അംബാനി, ദ കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെന്റ്സിനാണ് അല്ലെ. ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി, ഓരോ ബിസിനസിനും സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും അവർക്കാണ്. ആൻഡ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾസിനാണ്. നെക്സ്റ്റ് കം ബിസിനസ് ലെവൽ. നമ്മുടെ ബിസിനസ് ലെവൽ ആരൊക്കെയാണുള്ളത്? ശശി സുഗുണൻ
ആൻഡ് അംബാൻ, ശശാങ്കൻ അല്ലേ? ഓക്കെ, ശശി, സുഗുണൻ ആൻഡ് അംബാൻ, ഈ ബിസിനസ് ലെവൽ മാനേജേഴ്സ് എന്താണ്? ദേ ആർ ഓൾസോ ദ ഹെഡ് ഓഫ് ദ ഡിവിഷൻ അല്ലെ? ശരിയല്ലേ? നമ്മുടെ അംബാൻ എന്തേ നോക്കുള്ളൂ? ട്രെൻഡ് മാത്രം നോക്കുള്ളൂ. സോ ഹി ഈസ് ദ ഹെഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡിവിഷൻ അല്ലെ? യെസ്. അംബാൻ അപ്പുറത്തെ പെട്രോളിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അംബാൻ ട്രെൻഡിന്റെ മാനേജറാണ്. സോ ട്രെൻഡ് മാത്രം ഹെഡ് ഓഫ് ദ ഡിവിഷൻ. ഹി ഈസ് കൺസേൺഡ് വിത്ത് ഓൺലി ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ് അല്ലെ? സി, എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ഹി ഈസ് കൺസേൺഡ് വിത്ത് ഓൺലി വൺ ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ്. അതായത് അംബാൻ ട്രെൻഡ് മാത്രം നോക്കിയാൽ മതി. അംബാൻ ജിയോനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സുഗുണൻ ട്രെൻഡിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അംബാനിയോ, നമ്മുടെ കോർപ്പറേറ്റിലുള്ള അംബാനി എല്ലാ ബിസിനസ്സും നോക്കണം. പക്ഷെ അംബാൻ ട്രെൻഡ് മാത്രം നോക്കിയാൽ മതി, സുഗുണൻ ജിയോ മാത്രം നോക്കിയാൽ മതി. സോ ദീസ് ബിസിനസ് ലെവൽ മാനേജേഴ്സ് വിൽ ബി ഓൺലി ഫോക്കസിംഗ് ഓൺ their particular business. They are not concerned about other business. They are only concerned on their own business. Okay, mind your own business. അതാണ് ബിസിനസ് ലെവൽ മാനേജേഴ്സ്. They are minding only their own business. Okay, no? Yes. Next, translating the general statements into specific one. See, corporate level managers ഒരു general statement അത് സ്പെസിഫിക് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മുടെ ബിസിനസ് ലെവൽ മാനേജേഴ്സിന്റെ ആണ് അല്ലെ? സേ ഫോർ എക്സാമ്പിൾ അംബാനി പറയും, അംബാനോട് സോറി കോൾ എഴുതുന്നത് കട്ടാക്കി. സോ നമ്മുടെ അംബാനി എന്ത് പറയും? അംബാനോട് പറയും, എടാ ട്രെൻഡ്സിന്റെ മാർക്കറ്റ് ഷെയർ വെറും 10% ആണ്, അടുത്ത 5 വർഷം കൊണ്ട് അത് 25% എത്തിക്കണം. ജസ്റ്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്. അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കേണ്ടത് ആരാണ്? അംബാനാണ്. സോ ദീസ് ബിസിനസ് ലെവൽ മാനേജേഴ്സ് ഹാസ് ടു ട്രാൻസ്ലേറ്റ് ദ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ കോർപ്പറേറ്റ് ലെവൽ ഇൻടു സ്പെസിഫിക് വൺ. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? Okay, yes. Next, functional level managers. Functional level managers, say for example, HR manager, accounts manager, they are only responsible for that particular business function. അവർ ആ entire business നോക്കണ്ട, ആ ബിസിനസിന്റെ ഒരു ഫംഗ്ഷൻ മാത്രം അവർ നോക്കിയാൽ മതി. Their activities are confined to one organizational activity. Entire organization are responsible അല്ല. Their activities are restricted, constrained to one particular organization's activity. They have to develop strategies which will help in achieving the objectives of business and corporate level managers. Very, very important point. See, functional level managers helps in achieving the objectives of business level as well as corporate level managers. ഏറ്റവും അടിത്തട്ടിലുള്ള ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്താൽ മാത്രമേ ബിസിനസ് ലെവലിനും കോർപ്പറേറ്റ് ലെവലിനും അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ലെവൽ ആസ് വെൽ ആസ് കോർപ്പറേറ്റ് ലെവൽ. ഓക്കെ ആണോ? സോ എടാ, ഈ പറഞ്ഞ 3 ലെവലിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമറുമായിട്ട് ടച്ച് ഉള്ള ലെവൽ ഏതാ? ഏറ്റവും അടിത്തട്ടിലുള്ള കസ്റ്റമേഴ്സുമായിട്ട് ടച്ച് ഉള്ള ലെവൽ ഏതാ? കോർപ്പറേറ്റ് ആണോ, ബിസിനസ് ആണോ, ഫംഗ്ഷൻ ആണോ? ഏതാണ്? ഒബ്വിയസ്ലി ഫംഗ്ഷണൽ ലെവൽ അല്ലേ? യെസ്. സോ ദേ ഗെറ്റ് മോസ്റ്റ് ഓഫ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ കസ്റ്റമർ, which these information they will share to the other 2 levels so that they can formulate a realistic objective. See, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ്, പ്രിഫറൻസ് ഇതൊക്കെ ആർക്ക് അറിയാൻ പറ്റും? ഏറ്റവും താഴെ തട്ടുള്ള ഫംഗ്ഷണൽ ലെവലിൽ അല്ലേ? സോ അവരുടെ കസ്റ്റമറുടെ ടേസ്റ്റും പ്രിഫറൻസും ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കും? ബിസിനസ് ലെവൽ മാനേജ്മെന്റും കോർപ്പറേറ്റ് ലെവലിനും പറഞ്ഞു കൊടുക്കും. So that they can formulate a realistic objective. So they can formulate a realistic and attainable objective. Are you guys able to understand? Yes, sir. Sorry. So now we were discussing about strategic levels in the organization. Point number 1 എന്തായിരുന്നു? Corporate level. Second one, business level. Third one, functional level. Okay, order. Fine, order. Yes. നെക്സ്റ്റ് കം നെറ്റ്വർക്ക് റിലേഷൻഷിപ്പ്. എടാ, നെറ്റ്വർക്ക് റിലേഷൻഷിപ്പ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചാപ്റ്റർ നമ്പർ 5 ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ചിരിക്കണം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ച ശേഷം നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ കൂൾ ആൻഡ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒന്നിലുള്ളത് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ റിലേഷൻഷിപ്പ്, ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പ്, മെട്രിക്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, നെറ്റ്വർക്കിംഗ് റിലേഷൻഷിപ്പ്. നമുക്ക് ആദ്യം ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പ് പറയാം. സി, ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോപ്പ്, മിഡിൽ, ലോവർ ലെവൽ അങ്ങനെ കുറെ ഹൈറാർക്കി ഇല്ല, എല്ലാവർക്കും സെയിം പൊസിഷനാണ്. ഈ സ്റ്റാർട്ടപ്പിന്റെ ഒക്കെ കേസിൽ അങ്ങനെയാണോ? ഈ സ്റ്റാർട്ടപ്സിലൊക്കെ എങ്ങനെ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് ഉണ്ടാവും, അവിടെ ഒരു വലിയൊരു മേശ ഉണ്ടാവും. ആ മേശയുടെ ചുറ്റും തന്നെ അവിടുത്തെ മുതലാളി ഇരിക്കും, അവിടെ സ്റ്റാഫ് ഇരിക്കും, എല്ലാവരും ഇരുന്ന് അവർ പണിയെടുക്കും. അവിടെ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ അങ്ങനെ ഭയങ്കര ഹൈറാർക്കി ഒന്നുമില്ല. ഇഫ് ലോവർ ലെവൽ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസിൽ ഒരു സ്റ്റാഫാണ്. ഡു യു റിയലി തിങ്ക് ഇറ്റ്സ് ഈസി ഫോർ മീ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ്? ഞാൻ റിലയൻസ് ഒരു സ്റ്റാഫാണ്. ഓക്കെ, ഈസ് ഇറ്റ് ഈസി ഫോർ മീ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ corporate level managers? No, it's difficult, right? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. horizontal relation means all the position from top to staff level are the same hierarchy. എല്ലാവരും ഒരേ ലെവലിലാണ്. എക്സാമ്പിൾ നോക്കട്ടെ, സ്റ്റാർട്ടപ്സ്, more suitable for startups. It's a flat structure where everybody is considered the same level. See, ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദ ബിസിനസ് ആണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദ ബിസിനസ്സിൽ നമുക്ക് ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കണം. സോ അവ എല്ലാവരും ഒരേ ലെവലിലായിരിക്കും. Where the people need to share the ideas with speed is more desirable. അതാണ് horizontal relationship. Okay. നെക്സ്റ്റ് വരുന്നത് ഫങ്ഷണൽ ഓർ ഡിവിഷണൽ റിലേഷൻഷിപ്പ്. നമ്മുടെ
സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ഒക്കെ ഓർക്കുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡിവിഷണൽ സ്ട്രക്ചർ, ഫംഗ്ഷൻ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ ഒക്കെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ SBU സ്ട്രക്ചർ ഓർത്താൽ മതി. SBU സ്ട്രക്ചറിനെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അവിടെ ഓരോ ഡിവിഷൻസ് ഉണ്ടാവും. ഓരോ ഡിവിഷനും ഇൻഡിപെൻഡന്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ITC എന്ന് പറയുന്ന കമ്പനി, അവർക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ITCയുടെ ഒരു ഡിവിഷനാണ് ടൊബാക്കോ, മറ്റൊരു ഡിവിഷനാണ് ഹോട്ടൽ, മറ്റൊരു ഡിവിഷനാണ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, മറ്റൊരു ഡിവിഷനാണ് ഫുഡ് ഐറ്റംസ്. ഇങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ഈച്ച് ഡിവിഷൻ ഇസ് ഇൻഡിപെൻഡന്റ്. ടൊബാക്കോ ഹോട്ടലും ഇന്റർലിങ്ക്ഡ് ആണ്? അല്ല. ടൊബാക്കോ എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ഹോട്ടൽസ് എൻറ്റയർലി ഡിഫറെന്റ്. ITCയുടെ ഒരുപാട് 5-star ഹോട്ടൽസ് ഉണ്ട്. സോ ഇൻഡിപെൻഡന്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഓക്കെ, ഈച്ച് ഡിവിഷൻ വിൽ ബി ഇൻഡിപെൻഡന്റ് ഹെഡഡ് ബൈ ഡിവിഷണൽ ഹെഡ് ഉണ്ടാവും. ആ ഡിവിഷണൽ ഹെഡ് ഒബ്വിയസ്ലി ഒരു ബിസിനസ് ലെവൽ മാനേജർ ആയിരിക്കും. ഓക്കെ, ഓരോ ഡിവിഷൻസ് ഉണ്ടാവും. ഓരോ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ITCയുടെ ഓരോ ഡിവിഷൻസ് നിങ്ങൾ പറഞ്ഞേ. ITCയുടെ നമുക്ക് തൽക്കാലം ഒരു 2 ഡിവിഷൻ എടുക്കാം. ITCയുടെ ഒരു ഡിവിഷനാണ് ടൊബാക്കോ, മറ്റു ഡിവിഷനിൽ ഞാൻ തൽക്കാലം ഫുഡ് എടുക്കാം. ഫുഡില്ലേ ഒരുപാട് ITCയുടെ ബിങ്കോ, സൺഫീസ്റ്റ്, അതൊക്കെ ആശീർവാദ് ആട്ടെ, ഇതൊക്കെ ITCയുടെ ആണ് അല്ലെ. സോ ടൊബാക്കോ എന്നുള്ള ഡിവിഷൻ ഉണ്ട്, ഫുഡ് എന്നുള്ള ഡിവിഷൻ ഉണ്ട്. ടൊബാക്കോടെ മൊത്തം നോക്കുന്നത് സഞ്ജയ് ആണെന്ന് വിചാരിക്കുക, ഫുഡ് മൊത്തം നോക്കുന്നത് പ്രഭു എന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സഞ്ജയ് പ്രഭു. ഓക്കെ, സോ നോക്കണേ, എല്ലാ ഈച്ച് ഡിവിഷൻ ഇസ് ഇൻഡിപെൻഡന്റ്. ടൊബാക്കോ ഫുഡ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധമില്ല. ഈച്ച് ഡിവിഷൻ ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഈച്ച് ഡിവിഷൻ വിൽ ബി ഹെഡഡ് ബൈ എ ഡിവിഷണൽ ഹെഡ് who is a business level manager. ഇയാൾ ഡിവിഷണൽ ഹെഡ് ആണ്, ഇയാൾ ഒരു ബിസിനസ് ലെവൽ മാനേജർ ആണ്. He is responsible to answerable to the corporate level manager. Okay, each division independent relation, each division is run independently headed by a divisional head who is a business level manager and will be reporting directly to a business head who is a corporate level manager. ഏറ്റവും പൊക്കത്ത് ITCയുടെ പൊക്കത്ത് കോർപ്പറേറ്റ് ലെവൽ ടീംസ് ഉണ്ടാവും, അവരോടായിരിക്കും ഞാൻ ആൻസറബിൾ ആവാം. ഓക്കെ ആണോ? വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. ഈ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നോർത്ത് വെച്ചാൽ മതി. ITCയുടെ ഈ ഒരു എക്സാമ്പിൾ നോർത്ത് വെച്ചാൽ മതി. ഈ ഒരു എക്സാമ്പിൾ നോർത്ത് വെച്ചാൽ മതി. ITCയുടെ 2 ഡിവിഷൻസ് ഉണ്ട്, 2 ഡിവിഷണൽ മാനേജേഴ്സ് ഉണ്ട്. ആൻഡ് ദീസ് ഡിവിഷൻസ് ആർ ഹെഡഡ് ബൈ divisional head who is a business level manager. He is answerable to the corporate level managers. Okay ആണോ? യെസ്. പിന്നെ മെട്രിക്സ് റിലേഷൻഷിപ്പ്, അവിടെ നമ്മൾ മെട്രിക് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അതേ സംഭവമാണ് ഇവിടെയും പറഞ്ഞത്. മെട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇപ്പം ഈ പ്രൊജക്ട് ബേസ്ഡ് വർക്ക് കിട്ടും. ഓരോ പ്രൊജക്ട് വൈസ്, സേ ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്, ഇപ്പൊ പ്രൊജക്ട് ബേസ്ഡ് വർക്ക് കിട്ടും. അപ്പൊ പ്രൊജക്ട് ബേസ്ഡ് വർക്കിന് ഓരോ പ്രാവശ്യം നമ്മൾ ടീം ഫോം ചെയ്യും. ആ ടീം പെർമനന്റ് ടീം അല്ല, ടെമ്പററി ടീം ആയിരിക്കും. ആ പ്രൊജക്ട് തീരുന്ന വരെയുള്ള ഒരു ടെമ്പററി ടീം ആയിരിക്കും അല്ലെ. സെയിം അതാണ് ഇവിടെ മെട്രിക്സ് റിലേഷൻഷിപ്പ്. അപ്പൊ ആ പ്രൊജക്ട് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി, എന്റെ ടീമിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ എനിക്കൊരു പുതിയൊരു പ്രൊജക്ട് കിട്ടി. അപ്പൊ പ്രൊജക്ടിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് എംപ്ലോയീസ് കിട്ടും. ആ പ്രൊജക്ടിന് ഞാൻ മാനേജറിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ആ പ്രൊജക്ടിലുള്ള എംപ്ലോയീസിന് രണ്ട് ഹെഡ് ഉണ്ടാവും. ഒന്ന് ആ പ്രൊജക്ട് മാനേജർ ഉണ്ടാവും, അതേപോലെ നമ്മുടെ ബിസിനസ്സിലെ സാധാരണ മാനേജേഴ്സ് ഉണ്ടാവും. സാർ മനസ്സിലാവുന്നില്ല സാർ? എടാ വളരെ സിമ്പിൾ ആണ്. ഒന്നും നമ്മുടെ മെട്രിക് സ്ട്രക്ചർ ആദ്യം പഠിച്ചിട്ട് വരാം, എന്നിട്ട് ഇത് വായിച്ചാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നോർമലി നമുക്ക് ഈ പ്രൊജക്ട് ബേസ്ഡ് വർക്ക് ഒക്കെ കിട്ടത്തില്ലേ? പ്രൊജക്ട് ബേസ്ഡ് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക്, ഫാർമസ്യൂട്ടിക്കൽസ് ഒരുപാട് പ്രൊജക്ട് ബേസ്ഡ് വർക്ക് ഒക്കെ കിട്ടാറുണ്ട്. സോ അത്തരം കമ്പനീസ്, അത്തരം ഇൻഡസ്ട്രീസിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു റിലേഷൻഷിപ്പ് പ്രത്യേകത എന്ന് വെച്ചാൽ it features a grid-like structure of level with the organization, with the teams formed with the people from various departments that is built for a temporary task-based project. തൽക്കാലത്തേക്ക് വേണ്ടി ഈ ഒരു പ്രൊജക്ട് തീരുന്നതിന് വേണ്ടി നമ്മൾ ടീമിനെ ഫോം ചെയ്യും. എങ്ങനെയാണ് ഫോം ചെയ്യുക? പല ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെയൊക്കെ ഫോം ചെയ്ത് ഒരു ടീം, ചെറിയൊരു ടീമിനെ ഫോം ചെയ്യും ഈ പ്രൊജക്ട് തീർക്കാൻ വേണ്ടി. ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജിങ് ഹ്യൂജ് കോംപ്ലിമെന്റ് വിത്ത് ഈസ്. സേ ഫോർ എക്സാമ്പിൾ എന്റെ കമ്പനി, ഇതെന്റെ കമ്പനി. ഓക്കെ, എന്റെ കമ്പനിയിൽ 3 ഡിപ്പാർട്ട്മെന്റ്: അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. എനിക്കൊരു പുതിയൊരു പ്രൊജക്ട് കിട്ടി. അപ്പൊ ഈ പ്രൊജക്ട് കിട്ടാൻ വേണ്ടി ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഒരാളെ കൊണ്ടുവന്നു, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് 2 ആളെ കൊണ്ടുവന്നു, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് 3 ആളെ കൊണ്ടുവന്നു, HR ഡിപ്പാർട്ട്മെന്റ് 2 ആളെ കൊണ്ടുവന്നു. എന്റെ ഈ ഒരു ടീമിന് ഞാനൊരു മാനേജറിനെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ടീമിന്റെ വാലിഡിറ്റി എത്ര വരെയുള്ളൂ? ഈ പ്രൊജക്ട് തീരുന്ന വരെയുള്ളൂ. സോ ഇതുപോലെ ടെമ്പററി ടാസ്ക് നമുക്ക് കിട്ടുന്ന പ്രൊജക്ടുകൾക്ക് തീർക്കാൻ നമ്മൾ ടെമ്പററി ഒരു ടീം ബിൽഡ് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? മെട്രിക് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്, മെട്രിക്സ് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ ഫോം ടീം from various departments which is built on a temporary task based project. ഒരു ടെമ്പററി ടാസ്ക് തീരുന്ന വരെ മാത്രമേ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളൂ. ഓക്കെ ആണോടാ? യെസ്. ഇത്രയുമാണ് നമ്മുടെ നെറ്റ്വർക്ക് റിലേഷൻഷിപ്പ്. ഫൈൻ ആണോടാ? സോ 2 പേജ് കഴിഞ്ഞ് 2 പേജ് കൂടി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് നത്തിങ് ബട്ട് സ്ട്രാറ്റജിക് ഇന്റന്റ്. എന്താണ് സ്ട്രാറ്റജിക് ഇന്റന്റ്? ഓക്കെ ആണോടാ? ഇന്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? intention means the purpose an organization strives for. അല്ലെ? അപ്പം അതിനകത്ത് വരുന്ന ഒരു സെക്കൻഡ് സെന്റൻസ് ഉണ്ട്. നോർമലി ദ സീനിയർ മാനേജേഴ്സ് ഹാസ് ടു ആൻസർ 2 questions. വാട്ട് ആർ യു ഡൂയിങ്, വൈ ആർ യു ഡൂയിങ്. ഇതിൽ ഏതാണ് നമ്മുടെ ഇന്റൻഷൻ? വൈ ആർ യു ഡൂയിങ്. വാട്ട് ആർ യു ഡൂയിങ്, വൈ ആർ യു ഡൂയിങ്. ഇതിൽ വൈ ആർ യു ഡൂയിങ് ആണ് നിങ്ങളുടെ പർപ്പസ് പറയുന്നത്, ഇന്റൻഷൻ പറയുന്നത്. ഓക്കെ,
what they want to do and why they want to do. And why they want to do എന്താണ് indicates the strategic intent. Intent means intent, the purpose. Say for example, ടാറ്റ ഡോകോമോ, ടാറ്റ എന്ന് പറഞ്ഞ കമ്പനി, ഡോകോമോ എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ ഉണ്ട്, സിം ഒക്കെ വെക്കുന്നത് അല്ലെ, അവരത് എന്ത് ചെയ്തു, നിർത്തി, അത് അവര് ലിക്വിഡേറ്റ് ചെയ്തു, ആ കമ്പനി അവർ നിർത്തി കളഞ്ഞു. ആ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇന്റൻഷൻ ഉണ്ടാവില്ലേ, അതാണ് സ്ട്രാറ്റജിക് ഇന്റന്റ്. ഓക്കെ, ഒരു ഇന്റൻഷൻ ബിഹൈൻഡ് എനി ആക്ഷൻ. ഓക്കെ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിനെ അക്വയർ ചെയ്തു, അപ്പൊ അതിന് പുറകിൽ ഇന്റൻഷൻ ഉണ്ട്, അതാണ് സ്ട്രാറ്റജിക് ഇന്റൻഷൻ, ദ പർപ്പസ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രൈവ്സ് ഫോർ. എന്റെ ഓർഗനൈസേഷൻ എന്തിനാണ് നിലകൊള്ളുന്നത്, എന്റെ ഓർഗനൈസേഷന്റെ ഉദ്ദേശം എന്താണ്, അതാണ് സ്ട്രാറ്റജിക് ഇന്റന്റ്. എന്റെ ഓർഗനൈസേഷന്റെ ഉദ്ദേശം എന്താണ്, അതാണ് സ്ട്രാറ്റജിക് ഇന്റന്റ്. അപ്പൊ എന്റെ ഓർഗനൈസേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്ന സമയത്ത് അത് പല പല രീതിയിലായിരിക്കും അതിന് മറുപടികൾ തരിക. ചില ആൾക്കാർ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന അവരവരുടെ വിഷൻ പറയും, നമുക്ക് മിഷൻ ആയിട്ട് പറയാം, ചില സമയത്ത് നമുക്ക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിട്ടും പറയാം. ഓക്കെ അവിടെ. സോ വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. സർ എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? വിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഓക്കെ, വിഷൻ മീൻസ് ഫ്യൂച്ചറിസ്റ്റിക്. നിനക്ക് നാളെ എവിടെ എത്തിച്ചേരണം, നിന്റെ നാളത്തെ നിന്റെ എൻഡ് ഡെസ്റ്റിനേഷൻ ആണ് എന്ത്, വിഷൻ. ഓക്കെ, വിഷൻ ഈസ് യുവർ എൻഡ് ഡെസ്റ്റിനേഷൻ, യുവർ എൻഡ് ഡെസ്റ്റിനേഷൻ. വിഷൻ എന്താണ്, നിന്റെ എൻഡ് ഡെസ്റ്റിനേഷൻ ആണ്. ഓക്കെ ആണോ? ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഓഫ് കമ്പനീസ് ഫ്യൂച്ചർ പൊസിഷൻ. കമ്പനിയുടെ ഫ്യൂച്ചർ, കമ്പനീസ് ഫ്യൂച്ചർ പൊസിഷൻ, എനിക്ക് നാളെ എന്തായി തീരണം, അതാണ് എന്റെ വിഷൻ. സേ ഫോർ എക്സാമ്പിൾ, എന്റെ വിഷൻ ആണ് എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം, അല്ലെങ്കിൽ എന്റെ വിഷനാണ് എനിക്ക് വലിയൊരു കോടീശ്വരനാകണം, അതാണ് എന്റെ വിഷൻ. അപ്പൊ നാളെ ഞാൻ എന്തായി തീരണം, അതാണ് എന്റെ വിഷൻ. വിഷൻ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഒരു ഓർഗനൈസേഷന്റെ വിഷൻ, ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആസ്പിറേഷൻ, ആ മാനേജ്മെന്റ് ആസ്പിറേഷൻ, അവരുടെ ആഗ്രഹം എന്താണ്, എന്റെ കമ്പനി നാളെ എന്തായി തീരണം, അതാണ് മാനേജ്മെന്റ് ആസ്പിറേഷൻ, അതാണ് കമ്പനിയുടെ വിഷൻ. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾ അടുത്ത് നോക്ക്, where we are to go. It answers the question where we are to go. Where are you now? അത് വിഷൻ അല്ല. Where I want to be, അതാണ് എന്റെ വിഷൻ. Where I want to be, where we are going, where I want to be, എന്റെ ഡെസ്റ്റിനേഷൻ എന്താണ്, അതാണ് എന്റെ വിഷൻ. ഓക്കെ ആണോ? It depicts the organization's aspiration. ശ്രദ്ധിക്കടാ, കീവേഡ് ശ്രദ്ധിക്കടാ. It delineates the management's aspiration. It depicts the organization's aspiration. It answers the question where we are to go. It shows company's future position, blueprint of company's future position, roadmap to company's future position. ഇതൊക്കെയാണ് വിഷൻ. Just a second. Vision. Okay, it's the roadmap. It's a roadmap to company's future. Okay, yes. Pinna oru vision, how is important question aanu, idu mark cheyidu important question aanu. What are the essentials for a strategic vision? Oru nalla vision develop cheyyana samayathu nammal endokkana ശ്രദ്ധിക്കേണ്ടത്, ഒരു നല്ല വിഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? എടാ, സേ ഫോർ എക്സാമ്പിൾ, നാളെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ ബിസിനസ് ഒരു വിഷൻ വേണ്ടേ? നിങ്ങളുടെ ബിസിനസ് ഒരു എന്തായി തീരണം, നിങ്ങളുടെ ബിസിനസ് നാളെ എന്തായി തീരണം, നിങ്ങൾക്ക് ഒരു വിഷൻ വേണം. അപ്പൊ ആ വിഷൻ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, യു നീഡ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. Sir, why do I need to think creatively? Because you are not talking with the present. You are not talking about the present. Vision means futuristic. Future you have to think creatively. So who can think creatively, sir? Only an intelligent entrepreneur can think creatively. So formulating vision is an exercise of intelligent entrepreneurship. So first point, you have to think creatively. Who can think creatively? Only an intelligent entrepreneur can think creatively. Whenever you are communicating your vision, that vision should create enthusiasm among the members. It should create enthusiasm among the members. Our class the Bahubali videos are conducted. So whenever you are communicating the vision should create enthusiasm among the members. Ipo nammale Amazon vision edukkuvaanengil avada namukku kaanam Earth's most customer centric company, logathile ettavum koodal customer satisfaction tharuna company ആയി മാറണം, അതാണ് ആമസോണിന്റെ വിഷൻ. സി, ആമസോൺ പറഞ്ഞത് ഇന്ന് ഞാനാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കമ്പനി എന്നല്ല പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? എന്റെ വിഷൻ എനിക്ക് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കമ്പനിയായി മാറണം, വേൾഡ്സ് മോസ്റ്റ് കസ്റ്റമർ സെൻട്രിക് കമ്പനി എന്നാ പറഞ്ഞത്. So whenever we are reading the vision, it should create enthusiasm among the organization's members.
Okay, and it should clearly show the direction where the organization is. And the company എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്റെ കമ്പനിയുടെ പാത എങ്ങോട്ടേക്കാണ്, it should clearly show the direction the company is headed. It clearly illuminates the direction the organization is headed. So what are the very basic essentials of a strategic vision? You have to think creatively. You have to think creatively. First one, who can think creatively? Only an intelligent entrepreneur can think creatively. It should create enthusiasm. Creating enthusiasm, it illuminates the direction the organization is headed. ഇത്രയും keywords നിങ്ങളുടെ ആൻസറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ വിഷൻ. ഇതാണ് നിങ്ങളുടെ വിഷൻ. ഓക്കെ, നെക്സ്റ്റ് കംസ് മിഷൻ. എടാ, വിഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ മിഷൻ പ്രസന്റ് ആണ്. മിഷൻ മീൻസ് വാട്ട് ബിസിനസ് ആർ വി ആൻഡ് വാട്ട് വി ഡു. ഇന്ന് നീ എന്താ ചെയ്യുന്നത്, നിന്റെ വിഷൻ. ഓക്കെ, എനിക്ക് വിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകണം, അതിനുവേണ്ടി ഇന്ന് നീ എന്താ ചെയ്യുന്നത്, അതാണ് നിന്റെ മിഷൻ. എടാ, വിഷനും മിഷനും ഇന്റർലിങ്ക്ഡ് ആയിരിക്കണം. സർ മനസ്സിലായില്ല സർ? ഫോർ എക്സാമ്പിൾ, എന്റെ വിഷൻ നല്ലൊരു പാട്ടുകാരനാകണം, വലിയ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാവണം എന്നാണ്. ഇപ്പൊ നീ എന്താ വെച്ചാൽ, ഞാൻ ഇപ്പൊ CA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വിഷനും ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത്, എന്റെ മിഷനും മാച്ച് ആവുന്നുണ്ടോടാ? മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ വിഷൻ എപ്പോഴും മാച്ച് ആവണം, അത് ഇന്റർലിങ്ക്ഡ് ആയിരിക്കണം. ഓക്കെ ആണോ? എന്റെ വിഷൻ എന്താണോ, എന്റെ വിഷൻ എനിക്ക് ഫ്യൂച്ചറിൽ എന്തായിത്തണം, അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അതാണ് നിന്റെ മിഷൻ. അതാണ് നിന്റെ മിഷൻ. മിഷൻ ഇസ് ഓൾവേസ് പ്രസന്റുമായി ബന്ധപ്പെട്ട. വാട്ട് ബിസിനസ് ആർ വി ഇൻ ആൻഡ് വാട്ട് വി ഡു. ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വാട്ട് ബിസിനസ് ആർ വി ഇൻ ആൻഡ് വാട്ട് വി ഡു. നേരത്തെ എന്താ പറഞ്ഞത്, വേർ വി വാണ്ട് ടു ബി, എനിക്ക് എവിടെ എത്തിച്ചേരണം, അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, അതാണ് നിന്റെ മിഷൻ. അതാണ് നിന്റെ മിഷൻ. ഓക്കെ ആണോ? ഇറ്റ് ഡിഫൈൻ ദ പ്രസന്റ് കാപ്പാബിലിറ്റീസ്, ആക്ടിവിറ്റീസ്, കസ്റ്റമർ ഫോക്കസ്, role in the society. Sir, why do we need a mission, sir? Sir, we need mission to ensure unanimity of purpose. എടാ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാം, അപ്പൊ എന്റെ ഉദ്ദേശം നിങ്ങളുടെ ഉദ്ദേശം ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ എല്ലാ ആളുകളുടെയും പർപ്പസ് സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, എന്റെ ബിസിനസ്സിൽ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് നമ്പർ 1 ആകണം, റാങ്ക് നമ്പർ 1 ആകണം, എന്റെ കമ്പനി നമ്പർ 1 ആകണം. അപ്പൊ നമ്പർ 1 ആകണമെന്ന് ഞാൻ മാത്രം വിചാരിച്ച നടക്കില്ല. എന്റെ ബിസിനസ്സിൽ എല്ലാവരുടെയും സെയിം ഉദ്ദേശം ഉണ്ടാവണം, എല്ലാവരും അതിനു വേണ്ടി പണിയെടുക്കണം. സോ എല്ലാവരുടെയും പർപ്പസ് സെയിം ആക്കാൻ, യുനാനിമിറ്റി ഓഫ് പർപ്പസ്, വി നീഡ് മിഷൻ. ഇറ്റ് ഹെൽപ്പ്, വൺസ് യു നോ യുവർ മിഷൻ, ഇറ്റ് ഹെൽപ്സ് യു ടു അലോക്കേറ്റ് ഓർഗനൈസേഷൻ. നമുക്ക് റിസോഴ്സസ് അതിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്യാം. ഇഫ് വി കൻ യൂസ് ദിസ് മിഷൻ ടു മോട്ടിവേറ്റ് ദ ഓർഗനൈസേഷൻ റിസോഴ്സ്. ശ്രദ്ധിക്കടാ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യുനാനിമിറ്റി ഓഫ് പർപ്പസ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് basis for allocating the resources. Next, motivating the resources. Basis for allocating the resources, motivating the resources. On the basis for allocating the resources, and basis for motivating the resources to ensure general tone. എല്ലാവരും ടോൺ സേവ്, എല്ലാ ഓർഗനൈസേഷൻ എല്ലാവരുടെ പർപ്പസ് സേവ് ആകണം. സെർവ്സ് as a focal point. Say for example, നിങ്ങൾ CA ഒക്കെ പാസ് ചെയ്ത് ഒരു കമ്പനി ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? You just go and read the mission of the company, because mission serves as a focal point where anyone can identify the purpose of the organization. Whenever you join a company, you want to know the purpose of the organization, just go and read the mission of the company, because mission serves as a focal point where anyone can identify the purpose of the organization. Once you know the purpose, this mission will help you to translate the objectives and goals into work structure. If you know your mission, it will help you to translate your objectives and goals into work structure. Okay, and also to specify the organization purpose and translation of these purpose into goals. See, mission helps you to translate your purpose into goals, then translate the goals into work structure. Sadhikara. Adim parnu. Mission helps to translate the purpose into goals. Then it helps in transmission of goals and objectives to work structure. Okay, fine. On the mission helps in translate the purpose to goal like na a goal na nammal endechu maattum work structure aayittu maattum. Mission, purpose, goals and objectives, work structure. Helps in translating the purpose into goals and objectives, helps in transmission of goals and objectives to work structure. Okay, order fine ano? Yes. Then checklist for mission statement, very simple thing. Onnu just വായിക്കാൻ വേണ്ടു. Onnu mission should be unique to the organization. Ende mission enikkulladu nammal copy edikkan paalla. It should be unique to the organization because it has its own, it gives a special identity. Then mission should clearly, whenever you are writing the mission, you should clearly indicate which customer group you are targeting and which technology. See,
Mission means talking about the present. So at present, which customer you are targeting? At present, which technology you are using? At present, what are the competencies you are using to achieve your goals and objectives? You need to clearly specify all these things in your mission statement. Whenever you are writing a mission statement for a company, whenever you are writing a mission statement for the company, first thing, it should be unique. You should not copy. Because mission is going to give you a special identity. It gives you special identity. Okay. Then whenever you are writing the mission, you should clearly emphasize which customer you are targeting, which technology you are using to satisfy the needs of the customer, what are the competencies you are using, all these kind of things. Okay, madam? Yes, sir. Yes, sir. Yes, sir. Then comes goals and objectives. Goals and objectives. Sir, goals and objectives, very simple, very simple, very simple. Goals and objectives. Goals are the end result. What is your goal? I want to be a chartered accountant. It is my goal. Okay. Goals are open-ended. Objectives are close-ended. Why, sir? What do you mean by that, sir? Goals are open-ended, whereas objectives are close-ended. And goals are a general statement. That's a general statement. But objectives are precise. Okay, precise. I will give you an example. Just give me 1 second to think. I will give you an example. Say, for example, any business. But I am a business manager. Okay, any business. Say, for example, any business. I am a general idea. അടുത്ത 10 വർഷത്തിനുള്ളിൽ എനിക്ക് എന്റെ ഇപ്പൊ കറന്റ് മാർക്കറ്റ് ഷെയർ സേ ഫോർ എക്സാമ്പിൾ 5% ആണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ 35% ആക്കണം എന്ന് പറയാം. ചുമ്മാ പറയാം. ഓക്കെ, എനിക്ക് വളരണം എന്ന് പറയാം. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ അടുത്ത 10 വർഷത്തിനുള്ളിൽ എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ വളരണം എന്ന് പറയാം. അടുത്ത 10 വർഷം, ഞാൻ പെർസെന്റേജ് പറയുന്നില്ല, അടുത്ത 10 വർഷത്തിനുള്ളിൽ എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ കൂട്ടണം, വളർത്തണം, ഇൻക്രീസ് ചെയ്യണം എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഓപ്പൺ എൻഡഡ് ആണ്. ഇത് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്റെ മാർക്കറ്റ് ഷെയർ 10% ആയാൽ അതും വളർച്ച തന്നെയാണ്. അടുത്ത 10 വർഷം എന്റെ മാർക്കറ്റ് ഷെയർ 6% ആയാൽ അതും വളർച്ച തന്നെയാണ്. സോ ഇതിനകത്ത് പ്രിസൈസ് അല്ല, ഇത് ഓപ്പൺ എൻഡഡ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും നമ്മളത് മാറും. ഓക്കെ ആണോ? സേ ഫോർ എക്സാമ്പിൾ ഇപ്പം രണ്ട് കുട്ടികൾ രണ്ടുപേരും പറഞ്ഞു എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവണം. ഈ കുട്ടിക്ക് നല്ല മാർക്ക് എന്ന് വെച്ചാൽ 99%. ഈ കുട്ടിക്ക് ജസ്റ്റ് പാസ്സായാലും മതി, അത് നല്ല മാർക്ക് തന്നെയാണ്, ജസ്റ്റ് പാസ്സായി. സോ നല്ല മാർക്കോട് കൂടി പാസ്സാവണം എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് ഓപ്പൺ എൻഡഡ് ആണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നല്ല മാർക്കോട് കൂടി പാസ്സാവും. സെയിം ആണ് ഗോൾസ്. ഗോൾസ് ആർ ഓൾവേസ് ഓപ്പൺ എൻഡഡ്. ഓക്കെ, അതേസമയത്ത് ഒബ്ജക്റ്റീവ്സ് ഇപ്പോൾ ക്ലോസ് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ 10 വർഷത്തിനുള്ളിൽ എനിക്ക് കമ്പനി വളരണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു ഇപ്പൊ 2026 ആവുമ്പോഴേക്കും എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ 10% ആക്കണം. 2028 ആവുമ്പോഴേക്കും എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ 15% ആക്കണം. 2030 ആവുമ്പോഴേക്കും എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ 20% ആക്കണം. 2035 ആവുമ്പോഴേക്കും എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ 33% ആക്കണം. ഇത് ക്ലോസ് ആണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു 2026 10%. കൃത്യമാണ്, സ്പെസിഫിക് ആയിട്ട്. ഇതാണ് ഒബ്ജക്റ്റീവ് 1, ഇതെന്റെ ഒബ്ജക്റ്റീവ് 2, ഇതെന്റെ ഒബ്ജക്റ്റീവ് 3, ഇതെന്റെ ഒബ്ജക്റ്റീവ് 4. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് ആർ ഓൾവേസ് ക്ലോസ് എൻഡഡ് ആണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു 2026 ആകുമ്പോൾ 10%. മറ്റേത് അങ്ങനെയല്ല, 10 വർഷം കൊണ്ട് എനിക്ക് വളരണം എന്ന് പറയുമ്പോൾ ഗോൾ എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് എനിക്ക് വളരണം. അത് എങ്ങനെയും വളരാം അല്ലെ? എങ്ങനെ വളരാം? ഇപ്പൊ 5%, 6% വളർച്ച തന്നെയാണ്, 100% വളർച്ച തന്നെയാണ്, 10% വളർച്ച തന്നെയാണ് വളർച്ച. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് അത് എന്തായി മാറി? ഒബ്ജക്റ്റീവ്സ് മാറി. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റീവ്സ് എന്തിനുള്ളതാണ്? ഒബ്ജക്റ്റീവ്സ് ആർ മെന്റ് ടു achieve your goals. Objectives are meant to achieve your, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, മുറിച്ച് കുറെ ഒബ്ജക്റ്റീവ്സ് ആക്കി മാറുന്നത്. എന്റെ ഗോൾസിനാണ് ഞാൻ എന്ത് ചെയ്തത്, മുറിച്ച് ഒബ്ജക്റ്റീവ്സ് ആക്കി മാറുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ ഗോളാണ് എത്രയും പെട്ടെന്ന് തടി കുറക്കണം. അപ്പൊ എന്റെ ഗോൾ എന്താണ്? തടി കുറയ്ക്കണം. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റീവ് 1, ഒരു മാസം കൊണ്ട് 1 മന്ത് കൊണ്ട് 2 കിലോ കുറക്കണം. 2 മാസം കൊണ്ട് 3.5 കിലോ കുറക്കണം. 3 മാസം കൊണ്ട് 5 കിലോ കുറക്കണം. ഇങ്ങനെ ഒരു സെറ്റ് ആക്കാം. അപ്പൊ ഇതാണ് എന്ത്? ഒബ്ജക്റ്റീവ് 1, ഒബ്ജക്റ്റീവ് 2, ഒബ്ജക്റ്റീവ്. സോ ഇത് ക്ലോസ് എൻഡഡ് ആണ്, പ്രിസൈസ് ആണ്, കൃത്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഇത്. മറ്റേതാണ് ഓപ്പൺ എൻഡഡ് ആണ്. ഓക്കെ, അത് എന്താണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഓപ്പൺ എൻഡഡ് ആണ്, സബ്ജക്ട് ടു ചേഞ്ചസ്. ഓക്കെ, പക്ഷെ ഒബ്ജക്റ്റീവ്സ് ആർ നോട്ട് സബ്ജക്ട് ടു ചേഞ്ചസ്. അത് ക്ലോസ് എൻഡഡ് ആണ്. ഇറ്റ്സ് പ്രിസൈസ് ആൻഡ് എക്സ്പ്രസ് ഇൻ സ്പെസിഫിക് ടേംസ് ആണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സ്മാർട്ട് കാർഡ് അല്ലെ? സ്മാർട്ട് കാർഡ് എന്താണ്? സ്മാർട്ട് കാർഡ്
സ്പെസിഫിക്, മെഷറബിൾ, എന്തായിരുന്നു? അറ്റൈനബിൾ. RT റിലേറ്റഡ് ടു ടൈം ഫ്രെയിം. RT. ഓക്കെ, RT. സ്മാർട്ട്. പിന്നെ കാർബൺ എന്തായിരുന്നു? കോൺക്രീറ്റ്, ചാലഞ്ചിങ്, കൺട്രോളബിൾ. 3 ഉണ്ട്. സി. A അപ്രൈസൽ. R റെലവന്റ്. D ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെ എക്സാം ചോദിക്കുമ്പോൾ ഈ വേർഡ്സ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റി. ചുമ്മാ ഒരു ഡിസിഷൻ മേക്കിംഗ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്നില്ല മക്കളെ. ഇത് സെന്റൻസ് ആക്കി വേണം. ഞാൻ കീവേഡ്സ് മാത്രമേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ സഹായിക്കുന്നുള്ളൂ. പ്രൊവൈഡ്സ് ബേസിസ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. പ്രൊവൈഡ്സ് ബേസിസ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. പ്രൊവൈഡ്സ് ബേസിസ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ ആണോ? അപ്പൊ സ്മാർട്ട് കാർഡ് ഓർത്ത് വെച്ചാൽ മതി. സ്മാർട്ട് കാർഡ് ഓർത്ത് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർമ്മയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഈ വേർഡ്സ് ഒക്കെ ഇതിനകത്തുണ്ടോ? ഓക്കെ, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ എന്ന് പറയുന്നതാണ്. Attainable should be set within the constraints of the organization. Attainable, relate to time frame, controllable, challenging, performance appraisal. So achieving the mission and purpose. Obviously goals, your goals and objectives will help you to achieve the mission and the purpose. Then it should be correlated with each other. Our objective 1 and objective 2 should be correlated with each other. തീരെ ബന്ധമില്ലാത്ത objective 1 objective 2 ആക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ objective 1 and objective 2 they are interrelated to each other. Objective 1 10%, objective 2 10 കിലോ ഓടുക എന്ന് പറഞ്ഞാലോ 10 കിലോമീറ്റർ ഡെയിലി ഓടുക. ഇതാണ് എന്റെ objective 2. ഇത് are these two objectives interrelated to each other? Say for example, എനിക്ക് തടി കുറക്കണം. എന്റെ objective 1 ഒരു മാസം കൊണ്ട് 2 കിലോ കുറയ്ക്കാം. objective 2 2 മാസത്തിൽ CA ഇന്റർ ഫുൾ പഠിച്ചു തീർക്കാം. വല്ല ബന്ധമുണ്ടോ? CA ഇന്റർ ഫുള്ള് പഠിച്ചാൽ നമ്മൾ തടി കുറയും. എന്നാലും വല്ല ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധവും ഇല്ല. സോ objective 1 and objective 2, the objective should be correlated with each other. They should be correlated with each other. അല്ലെ? യെസ്. പിന്നെ ലോങ് ടേം ഒബ്ജക്റ്റീവ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്, ലോങ് ടേം ഒബ്ജക്റ്റീവ്. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 വർഷം 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്. ഒരു 5 വർഷം കൊണ്ട്, ഒരു 10 വർഷം കൊണ്ടൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമുക്ക് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെ ഏരിയാസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? ഒരു 7 ഏരിയാസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ എംപ്ലോയി ഡെവലപ്മെന്റ്. എന്റെ എംപ്ലോയീസ്, ഇപ്പൊ എംപ്ലോയീസിനെ ഡെവലപ്മെന്റ് 10 വർഷം കൊണ്ട് എനിക്ക് എന്റെ എംപ്ലോയീസിനെ ഫുൾ സൂപ്പർ ആക്കണം. എംപ്ലോയി ഡെവലപ്മെന്റ്, എംപ്ലോയി റിലേഷൻഷിപ്പ്, കോമ്പറ്റീറ്റീവ് പൊസിഷൻ. സേ ഫോർ എക്സാമ്പിൾ ഇന്ന് എന്റെ മാർക്കറ്റ് പൊസിഷൻ 100th ആണ്. അടുത്ത 10 വർഷം കൊണ്ട് എനിക്ക് less than 20th റാങ്കിൽ എത്തണം. സോ നമുക്ക് കോമ്പറ്റീറ്റീവ് പൊസിഷൻ നമുക്ക് ലോങ് ടേം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. പ്രോഫിറ്റബിലിറ്റി, ഇന്ന് എന്റെ കമ്പനി ആകെ 5% പ്രോഫിറ്റ് ഉള്ളൂ. വിതിൻ നെക്സ്റ്റ് 10 years എനിക്കതൊരു 30% ആക്കണം. പ്രൊഡക്ടിവിറ്റി, ഇന്ന് എന്റെ പ്രൊഡക്ടിവിറ്റി കുറവാണ്. 10 വർഷം കൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടണം. പബ്ലിക് റെസ്പോൺസിബിലിറ്റി, ടെക്നോളജിക്കൽ ലീഡർഷിപ്പ്, ഇന്ന് ഞാൻ ഫുൾ മാനുവലിയാണ് കാര്യങ്ങൾ നടത്തുന്നത്. 10 വർഷം കൊണ്ട് ഇതൊരു ടെക് സാവി കമ്പനിയായി മാറണം. ഒരു ടെക്നോളജിയിൽ പുലിയാവുന്ന ഒരു കമ്പനിയായി മാറണം. സോ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. സോ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? അത് നമ്മൾ എന്താ മാർക്കറ്റ് എഴുതി വെച്ച് നമ്മുടെ കീവേഡ് എന്തായിരുന്നു? ഈ CPT. പണ്ടൊക്കെ നമ്മൾ CPT പഠിച്ചത്. നിങ്ങൾ ഇപ്പോഴല്ലേ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പൊ ഇപ്പോഴും ഇപ്പൊ ഇന്റർ പഠിക്കുന്ന ഒരുത്തം പറയാണ് ഞാൻ ഫൗണ്ടേഷൻ CPT. അപ്പൊ നമ്മൾ പറയും ഈ CPT ആകെ CA ഫൗണ്ടേഷൻ, ഈ CPT അതാണ് ഈ CPT. ചിരിക്കണ്ട, ഇത്തരം പഠിച്ചാൽ മതി. എന്താ? എംപ്ലോയി ഡെവലപ്മെന്റ്, എംപ്ലോയി റിലേഷൻഷിപ്പ്. C എന്താ? കോമ്പറ്റീറ്റീവ് പൊസിഷൻ. P എന്താ? പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, പബ്ലിക് 3 P കേട്ടോ. പ്രോഫിറ്റബിലിറ്റി, പബ്ലിക് റെസ്പോൺസിബിലിറ്റി ആൻഡ് പിന്നെ പ്രൊഡക്ടിവിറ്റി. T ഫോർ ടെക്നോളജിക്കൽ ലീഡർഷിപ്പ്. ഓക്കെ, ഈ CPT. And last one, values. By this we are ending the chapter. Okay, values. എന്താണ് സാർ വാല്യൂസ്? വാല്യൂസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾസ് അച്ചീവ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് പല രീതിയിൽ അച്ചീവ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം. പല രീതിയിൽ എനിക്ക് പൈസ ഉണ്ടാക്കാം. മാന്യമായ രീതിയിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാം. അല്ലെങ്കിൽ എനിക്ക് കഞ്ചാവ് വിറ്റോ MDMA വിറ്റോ കൊന്നോ കൊലവിളിച്ചോ ഒക്കെ എനിക്ക് പൈസ ഉണ്ടാക്കാം. സോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്? അത് ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ വാല്യൂസ് അനുസരിച്ചാണ്. നമ്മുടെ എത്തിക്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വാല്യൂസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്കൊരു വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസിന് ബേസ് നമ്മൾ ഡിസിഷൻസ് എടുക്കാം. സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വളരെയധികം പൈസയുടെ അത്യാവശ്യം വന്നു. ആ സമയത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വല്ല തെറ്റുകൾ ചെയ്താൽ അത് ഡിപ്പെൻഡ്സ് ഓൺ മൈ വാല്യൂസ് ആണ്, അല്ലെ? അപ്പൊ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ തെറ്റുകളൊന്നും ചെയ്തില്ല. ഞാൻ എന്റെ വാല്യൂസിനെ മുറുക്കി പിടിച്ച് ഞാൻ ശരിയായ രീതിയിൽ ശരിയായ മാർഗത്തിലൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. സോ വാല്യൂസ്, ഓരോ കമ്പനീസ് അവരവരുടേതായ വാല്യൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിക്ക് അവിടെ ഒരുപാട് വാല്യൂസ്, റെസ്പോൺസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ ടാറ്റ നമ്മുടെ താജ് ഹോട്ടലെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ എംപ്ലോയീസ് അവർ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുന്നതിന്, നമ്മുടെ താജ് അറ്റാക്ക് ആണെന്നില്ല 2009 ടെററിസ്റ്റ് അറ്റാക്ക് നടത്തുന്നത് മുംബൈയിലെ താജ് ഹോട്ടലിൽ. ആ സമയത്ത് അവിടുത്തെ എംപ്ലോയീസ് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസ് അവിടുത്തെ കസ്റ്റമേഴ്സ്, അവിടുത്തെ ഗസ്റ്റിനെ രക്ഷപ്പെടുത്താനായിരുന്നു. കാരണം
ആ എംപ്ലോയീസിന് അവിടുത്തെ എല്ലാ കുരുക്ക് വഴികളും എല്ലാ ഷോർട്ട് കട്ട്സും അറിയായിരുന്നു. പക്ഷെ അവർ രക്ഷപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഫോക്കസ് അവിടുത്തെ എംപ്ലോയീസ് രക്ഷപ്പെടും. അതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന അവരുടെ വാല്യൂസ് ആണ്. സോ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡീപ് റൂട്ടഡ് പ്രിൻസിപ്പിൾസ് which guides an organization's decisions and action. Deep-rooted principles and values should never be compromised even for short-term economic gain. ചില സമയത്ത് നമ്മളോട് ചില ആളുകൾ എന്ന് പറയും, ഒന്ന് കണ്ണടക്കി ഞാൻ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് തരാം, നല്ല പൈസ തരാം. ചില സമയത്ത് നമ്മൾ ഈ പൈസ കാണും, ചില സമയത്ത് നമ്മൾ തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ കണ്ണടക്കാറില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. വാല്യൂ ഷുഡ് നെവർ എവർ ബി കോംപ്രമൈസ് ഈവൻ ഫോർ ഷോർട്ട്-ടേം എക്കണോമിക് gains, even for short-term or long-term, whatever. Economic gains വേണ്ടി നിങ്ങളുടെ വാല്യൂസ് ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. And employees prefer to work with employees whose value resonate with them. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് എപ്പോഴും സത്യസന്ധതയോട് കൂടി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ എംപ്ലോയർ, എന്റെ മുതലാളി പിടിച്ചു കുറച്ച് കസ്റ്റമേഴ്സിനെ പറ്റിച്ച പൈസ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അയാൾക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ വാല്യൂസും അയാളുടെ വാല്യൂസും മാച്ച് ആവുന്നില്ല. So whenever the employees prefer to work with those employers whose value resonate with them, അവരുടെ വാല്യൂസും എന്റെ വാല്യൂസും മാച്ച് ആവുന്നെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യം കൂടുതൽ ഉണ്ടാവുക. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? So it creates a sense of shared purpose and strong foundation focus on longevity of the company's success. You just need to read once. Okay, so this is all about our chapter number 1. So the first time I'm posting a revision video. I hope this revision video is helpful to you. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. വി ക്യാൻ പോസ്റ്റ് മറ്റ് ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ വീഡിയോസ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു. നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. ചാർട്ട് ബുക്ക് നന്നായിട്ട് യൂസ് ചെയ്യുക. ചാർട്ട് ബുക്ക് നന്നായിട്ട് യൂസ് ചെയ്യുക. കാരണം എക്സാമിന്റെ തലേ ദിവസം നമുക്ക് എൻറ്റയർ സ്റ്റഡി മെറ്റീരിയൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടിയാണ് ഈ ചാർട്ട് ബുക്ക് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മുടെ ക്ലാസ് റൂം ഓഫ്ലൈൻ ക്ലാസ് ഇരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ചാർട്ട് ബുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ശരി, ചാർട്ട് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് നോക്കി പഠിക്കരുത്, പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ക്ലാസ്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. താങ്ക് യു.